സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ലഭിച്ചിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് ആര്? ലിയോ അല്ലേ? ലയോ 14 പാപ്പ. ഈ പാപ്പ ഇങ്ങനെ മട്ടുപ്പാവിൽ ആദ്യമായിട്ട് വന്ന് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാൻ, ആരാണ് വരുന്നത്? നമുക്ക് പരിചയം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇപ്പോൾ നമുക്ക് വലിയ പരിചയം. പ്രിയമുള്ളവരെ, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഈ ദിവസത്തെ, അതായത് പരിശുദ്ധ പിതാവ് നമുക്ക് ലഭിച്ചതിന് ശേഷമുള്ള പിറ്റേ ദിവസത്തെ പത്രത്തിൽ പരിശുദ്ധ പിതാവിൻ്റെ വലിയൊരു പടം ഉണ്ടല്ലേ, കൈ ഇങ്ങനെ വിരിച്ചു നിൽക്കുന്ന ഒരു പടം. ആ പടം എടുത്ത് സൂക്ഷിച്ച് വെക്കണോട്ടാണ്. എന്നിട്ട് ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും പുതിയ പടം എവിടെയെങ്കിലും കാണുമ്പോൾ നോക്കാം. ആദ്യം വന്ന് നിന്നപ്പോഴുള്ള പാപ്പായുടെ മുഖത്തിന് ഒരു അഴക്, ഒരു സൗന്ദര്യമുണ്ട്. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ ഭയങ്കര ഗ്ലാമറായിരിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താണ് അല്ലേ? ഫെറാൻ ലവ്ലി ഒന്നും ഇട്ടിട്ടല്ല. കത്തോലിക്ക സഭയിൽ ഓരോ ദിവസവും 5 ലക്ഷം ദൈവാലയങ്ങളിൽ ഈ പരിശുദ്ധ പിതാവിൻ്റെ പേര് പറയപ്പെടുന്നുണ്ടെന്നാണ്. അപ്പോൾ 10 ദിവസം കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര ലക്ഷം കുർബാനയാണ് പരിശുദ്ധ പിതാവിന് കിട്ടിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരിക്കലും നഷ്ടപ്പെടാത്ത സൗന്ദര്യം കിട്ടാനുള്ളൊരു എളുപ്പ വഴിയാണ് കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കുർബാനയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. മറ്റുള്ളവരോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ പേര് കുർബാൻ്റെ ഇടക്ക് ഒച്ചപ്പാടുണ്ടാക്കി പറയാനല്ല ഉദ്ദേശിച്ചത്, ഉള്ളി പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞ ഒരു 10 ദിവസം നിങ്ങൾ തുടർച്ചയായി ഒരാൾക്ക് വേണ്ടി, ആളോട് പറയണ്ട, ഒരാളുടെ പേര് ഇങ്ങനെ ആളോട് പറയാതെ ആവർത്തിച്ചു ഇങ്ങനെ പറയാം. എന്നിട്ട് ആളെ ഒന്ന് പോയി നോക്കാം. ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും, ഇച്ചിരി ഗ്ലാമർ വെച്ചിട്ടുണ്ടാവും. ഒരിക്കലും നഷ്ടപ്പെടാത്ത ഗ്ലാമർ സ്വന്തമാക്കാനുള്ളൊരു എളുപ്പ വഴിയാണ്. ഞാനിത് ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് എൻ്റെ അടുത്തത് ഒരു അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബെനഡിക്റ്റ് 16 ആദ്യമായി ഈ സിസ്റ്റീൻ ചാപ്പലിൻ്റെ മട്ടുപ്പാവിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു പടം എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും വേറൊരു പുതിയ ചിത്രം എടുത്ത് നോക്കിയപ്പോൾ രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ് അച്ഛൻ, എടാ, എളുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോകാത്ത സൗന്ദര്യം സ്വന്തമാക്കാനുള്ളൊരു എളുപ്പ വഴി എന്ന് പറയുന്നത് കുർബാനയുടെ ഇടയിൽ പ്രാർത്ഥിക്കണം. കുർബാനയുടെ ഇടയിൽ പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ കുർബാനയ്ക്ക് വരണം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരാൻ പറ്റിയാൽ അത്രയും നല്ലത്. ഈ കുർബാനയ്ക്ക് വരുന്നത് വെറുതെ വന്നു പോകരുത്. നമുക്ക് കുർബാനയ്ക്ക് വരിക എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്നാണ്. ചിലർ പ്രസംഗത്തിൻ്റെ ഇടയിൽ കയറി വരും, ചിലപ്പോൾ അറിയിപ്പ് പറയുമ്പോൾ ഇറങ്ങിപ്പോകും. പ്രിയമുള്ളവരെ, ആദ്യത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും എന്ന പ്രാർത്ഥന തുടങ്ങി അവസാനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും ആശീർവാദം വരെ നിൽക്കാൻ പറ്റും. അതും വെറുതെ നിൽക്കലല്ല, ശ്രദ്ധയോടെ നിൽക്കാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന ഈ ആൾത്താര ബാലന്മാരുണ്ട്, അവരിടയ്ക്ക് ഇങ്ങനെ മണിയടിക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഭംഗി കാണാം. എന്തിനാണത്? എന്താണ്? അതായത് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങണമെങ്കിൽ എഴുന്നേക്ക് ചേച്ചി, ഇതേ പരിപാടി, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി നടക്കാം. അതാണ് അവരുടെ ഉത്തരവാദിത്തം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമോ ബലിയർപ്പിക്കാൻ ഈ മണിയടിക്കും. പ്രിയമുള്ളവരെ, പല വിചാരം ഉണ്ടാവും. ഇപ്പം തന്നെ ചിലരൊക്കെ വേറെ എവിടെയെങ്കിലും ആയിരിക്കുള്ളൂ. ചിലപ്പോൾ യൂറോപ്പിൽ പോയിട്ടുണ്ടാവും, അമേരിക്കയിൽ ട്രംപിൻ്റെ കൂടെയൊക്കെ ഫോട്ടോ എടുക്കണ്ടാവും. പ്രിയമുള്ളവരെ, പല വിചാരം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ഉണ്ടാ. ഇപ്പം തന്നെ ഉണ്ടാ, എന്നെ കാണുന്നുണ്ട ചിലരൊക്കെ കാണുന്നുണ്ടെന്നേ ഉള്ളൂ. ചില നോട്ടം കണ്ടാൽ അറിയാം, അവർ എങ്ങനെയോ നോക്കി ഇങ്ങനെ നിൽക്കാം. അമ്മത്രേസ്യനെ അറിയാം? അമ്മത്രേസ്യ, ഹാബിലായിൽ അമ്മത്രേസ്യ പ്രാർത്ഥനയുടെ ഒരു വലിയ വിശുദ്ധ. പ്രാർത്ഥനയുടെ വലിയ വിശുദ്ധ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ആശ്വാസ വാക്കിങ്ങനെയാണ്: പല വിചാരം കൂടാതെ എനിക്കും പ്രാർത്ഥിക്കാൻ പറ്റാറില്ല. ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് അമ്മത്രേസ്യ. അമ്മത്രേസ്യക്ക് പല വിചാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ അതിൻ്റെ കൂടെ അമ്മത്രേസ്യ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഞാൻ ഈ ഗോതിരത്തുകാരനായതുകൊണ്ട് കടുത്തുവഞ്ചി അല്ല, ഇവിടെ ഉള്ളവർക്ക് കടുത്തുവഞ്ചി അറിയാൻ പറ്റും. നല്ല മഴ വന്ന് നല്ല ഒഴുക്കുള്ളപ്പോൾ ഈ കടുത്തുകാരൻ കടുത്തുവഞ്ചി കൊണ്ടുപോകുന്നത് ഇങ്ങനെ റാ പോലെ ഇങ്ങനെ കൊണ്ടുപോകും അല്ലേ? കാരണം വട്ടം വെച്ച് എന്ത് സംഭവിക്കും? മറിഞ്ഞു പോകും. അപ്പോൾ ഈ അമ്മത്രേസ്യ പ്രാർത്ഥനയെ പറ്റി പറയുന്നത്, പല വിചാരം മാറ്റിവെച്ചിട്ട് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഇതുപോലെ കടുത്തുവഞ്ചി മറിഞ്ഞു വീണ മറിഞ്ഞു വീഴും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അപ്പോ ഈ കടുത്തുവഞ്ചി ഈ ഒഴുക്കിന് എതിരെ നിൽക്കാതെ ഒഴുക്കിനോട് ഇങ്ങനെ ചേർന്ന് കുറെ ഇങ്ങനെ പോയി മറുകര എത്തുന്നത് പോലെ പല വിചാരം നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പല വിചാരത്തിലെ ഒരു വിചാരം ദൈവവിചാരമായിരിക്കും. പല വിചാരങ്ങൾ വന്നോട്ടെ,
ഞാൻ പുറത്തേക്ക് പോകണത് ചിന്തിച്ചോട്ടെ, വീട്ടിൽ ഭക്ഷണം, അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു. പക്ഷെ അതിൽ ഒരു വിചാരം ദൈവവിചാരമായിരിക്കണം എന്നാണ്. അങ്ങനെ ഒരു ദൈവവിചാരമാക്കിയാൽ നമുക്ക് പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറാൻ പറ്റുമെന്നാണ്. അതുകൊണ്ട് അമ്മ ത്രേസ്യ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം. പലപ്പോഴും ഞാനും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊക്കെ ചിന്തകൾ ഇങ്ങനെ പലതൊക്കെ കയറി. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് പല വിചാരമൊന്നുമില്ല. നമുക്ക് പല വിചാരങ്ങൾ പലതും വരും. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? പല വിചാരത്തിലെ ഒരു വിചാരം ഈശോയെ നീയായി മാറണമേ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ശരിക്കും യഥാർത്ഥമായിട്ടുള്ളൊരു പ്രാർത്ഥന. അതുകൊണ്ട് നമുക്കും പല വിചാരങ്ങൾ വന്നേക്കാം. പല വിചാരങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയല്ലാതായി മാറുന്നില്ല. പല വിചാരത്തെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചാൽ നമുക്കൊരിക്കലും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പല വിചാരത്തിലെ ഒരു വിചാരം ദൈവവിചാരമാക്കിയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനുണ്ടെങ്കിൽ ചിന്തിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും വിളിച്ചു പറയരുത്, അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, പല വിചാരത്തിൽ ഒരു വിചാരം ദൈവവിചാരമാണെങ്കിൽ വേറെ കുഴപ്പങ്ങളിലേക്കൊന്നും നമ്മൾ പോകത്തില്ല എന്ന്. അതുകൊണ്ട് ദൈവവിചാരത്തിൻ്റെ ആ ഒരു ചിന്ത ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാമെന്ന് പറയാം. ഈ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടും തമ്മിൽ? പള്ളിയിൽ വന്ന എന്താണ് മെച്ചം? എന്താണ് വല്ല മെച്ചമുണ്ട്? എന്തും പറയട്ടെ, നിങ്ങൾക്ക് തെറി ഒഴിച്ച് എന്തും പറയാവുന്നതാണ് പള്ളിയിൽ. കാരണം ഞാൻ മുമ്പിലോട്ട് വരുന്നതായിരിക്കും നല്ലേ. പ്രിയമുള്ളവരെ, അല്ലേ? ശരിയല്ല ഞാൻ ചോദിച്ചത്? നമുക്ക് പള്ളിയിൽ വന്ന് നിൽക്കുമ്പോഴുള്ളൊരു മെച്ചം എന്താണ്? പള്ളിയിൽ ഇങ്ങനെ വന്ന് നിങ്ങളിരിക്കുക, ഇവിടെ പള്ളിയിലിരിക്കുക. ഞാനിങ്ങനെ പള്ളിയിൽ മുമ്പിൽ നിൽക്കുന്നു. വീട്ടിലിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്? എന്താണ് വ്യത്യാസം? ആ ബലിപീഠം ഇവിടെ ഇരിപ്പുണ്ട്, ഇതുകൊണ്ട് നമുക്ക് വീട്ടിലിട്ടാലോ? അല്ലേ? നാളെ ഷിജു വെച്ചാൽ ഈ ബലിപീഠം നാളെ ഉണ്ടാവുമോ? ഇവിടെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്നെ പറയരുത്, ഈ ബലിപീഠം എടുത്തുകൊണ്ട് പോകാൻ. പ്രിയമുള്ളവരെ, ഈ ദൈവാലയത്തെ ദൈവാലയമാക്കുന്നത് എന്താ? സക്രാരിയുടെ ഉള്ളിലുള്ള ഈശോയാണ്. അപ്പൊ ഈ സക്രാരിയുടെ ഉള്ളില് ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്, അന്ത്യത്താഴ സമയത്ത് ഒരുത്തൻ ഈശോയുടെ വക്ഷസിലേക്ക് ഇങ്ങനെ ചാരിക്കിടന്നു എന്നാ പറയും. വക്ഷസിലേക്ക് ചാരിക്കിടന്നു എന്ന് വെച്ചാൽ കർത്താവിന്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നു എന്നാ പറയും. കർത്താവിന്റെ മാറോട് ഇങ്ങനെ ചേർന്ന് കിടന്നപ്പോ അവനൊരു വല്ലാത്തൊരു സന്തോഷമായി. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുക, ബലിപീഠത്തിൽ മുമ്പിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ബലിയർപ്പണത്തിന്റെ ഇടയിൽ നമ്മളായിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖമുണ്ട്. അല്ലാത്ത സമയത്ത് ബലിയർപ്പണം നടക്കുന്നില്ലെന്ന് വിചാരിക്കും. ബലിയർപ്പണം നടക്കാത്ത സമയത്ത് ഈ ദൈവാലയത്തിൽ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്, ഞാൻ കർത്താവിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുക. വീട്ടിലിരിക്കുമ്പോൾ വെറുതെ തറയിലിരിക്കും. പക്ഷെ ദൈവാലയത്തിൽ ബലിപീഠത്തിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ സക്രാരിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ മടിയിലായിരിക്കും. കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിക്കണം, എന്ത് സുഖമായിരിക്കും കർത്താവിൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാൻ. കർത്താവിൻ്റെ മടിയിൽ കയറി നമുക്ക് എന്തോരം ഭാവനകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പലയിടത്തും പോകുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും നമ്മൾ ഭാവനയിൽ കാണാറുണ്ടെങ്കിൽ ഇത് ഇനി മുതൽ കാണാവുന്ന നല്ലൊരു ഭാവനയാണ്. ഈശോ ഇങ്ങനെ ഇരിക്കുന്നു. ഈശോനോട് പറയുന്നു, മോളെ വാ, ഇന്ന് എൻ്റെ മടിയിൽ കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ഈശോയുടെ മടിയിൽ ഇങ്ങനെ ഈശോയോട് ചേർന്ന് നമ്മൾ വീട്ടിൽ അപ്പനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നടക്കില്ല, അമ്മനെയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നത് പോലെ ഈശോ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈശോയുടെ മുറിവ് എവിടെ ഉണ്ട്? അപ്പോൾ മുറിവിലൊക്കെ അധികം. അപ്പോൾ ഈശോ പറയുന്നത്, പതുക്കെ പിടിക്കണം, എനിക്ക് വേദന എടുക്കും. അല്ല, ഈശോ നമ്മളോട് പറയണേ, പതുക്കെ പിടിക്കണോട്ടെ, എനിക്ക് വേദന എടുക്കും, മുറിവുള്ളതാണ്, സ്റ്റിച്ച് ഒന്നും ഇട്ടിട്ടില്ല. അല്ലെ, സ്റ്റിച്ച് ഇടാത്ത മുറിവാണ് ഈശോ. കണ്ട, സ്റ്റിച്ച് ഇട്ടിട്ടില്ല. അതുകൊണ്ട് അത് സ്റ്റിച്ച് ഇടാത്ത എന്താണ്? അതിങ്ങനെ താഴേക്ക് വീണുകൊണ്ടേയിരിക്കണം. വീട്ടിലുള്ള ഈശോയുടെ തിരുഹൃദയത്തിന്റെ ആ മുറിവിലും സ്റ്റിച്ച് ഇടാത്ത മുറിവുകളാണ്. അല്ലെ, മരണത്തെ തോൽപ്പിക്കാൻ കെൽപ്പുള്ളവന് ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ ഈ 5 മുറിപ്പാട് വേണമെങ്കിൽ മാച്ചു കളയാരും. അല്ലെ, മാച്ചു കളഞ്ഞില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നിന്നെ സ്നേഹിച്ചത് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ചിട്ടാണ്. അതുകൊണ്ട് നീ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും ഇതുപോലെ വേദന ഉണ്ടാകും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട. വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന, വേദനയില്ലാതെ സ്നേഹിക്കാൻ പറ്റത്തില്ലെന്ന ഈശോയുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ്.
അതുകൊണ്ട് ദൈവാലയത്തിൽ ഇരിക്കുമ്പോൾ ഈശോയുടെ മടിയിലാണ് ഞാൻ ഇരിക്കുന്നതെന്നൊരു ഫീൽ. അതുകൊണ്ട് നിങ്ങൾ ഈശോയുടെ മടിയിലാണ് ഇങ്ങനെ ഇരിക്കും.